ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രബുദ്ധ കേരളം, സാംസ്കാരിക കേരളം, സാക്ഷര കേരളം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷണം. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ആകെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ കണക്കൊക്കെ നോക്കിയാൽ നമ്മൾ മുൻപന്തിയിലാണ് താനും. പക്ഷേ പുറമേക്ക് കാണും പോലെ അത്ര മനോഹരമല്ല മലയാളികളുടെ മനസ്സ്. എണ്ണം അത്ര കുറവല്ല. ഏറ്റവും ഒടുവിൽ എറിഞ്ഞു കൊന്നതിൽ ഒരു മന്ത്രവാദിയുടെ പങ്ക് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നെന്മാറയിൽ ഇരട്ടക്കൊലപാതകത്തിലേക്ക് നീണ്ടതും നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയത്, അവരാണ് നിങ്ങളുടെ ശാപത്തിന് കാരണം എന്നൊക്കെ ഒരു മന്ത്രവാദിയോ ജ്യോത്സ്യനോ പറഞ്ഞത് വിശ്വസിച്ചുകൂടിയാണ് അയാൾ അത്ര ഒരു ക്രൂരകൃത്യത്തിലേക്ക് അയാൾക്ക് പ്രേരണ ആയത്. ഇലന്തൂരിലെ നരബലി ഞെട്ടലോടുകൂടിയാണ്. അതും ഇക്കാലത്ത് മനുഷ്യനെയൊക്കെ കൊന്ന് അയാളുടെ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഭക്ഷിച്ചാൽ അല്ലെങ്കിൽ അതുകൊണ്ട് പൂജ നടത്തിയാൽ തനിക്ക് സമൃദ്ധി കിട്ടും, തനിക്ക് സമ്പത്ത് കിട്ടും എന്നൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യർ മലയാളികളായി ഇപ്പോഴും ഉണ്ടല്ലോ എന്ന അത്ഭുതം തന്നെയാണ്. ബാധ ഒഴിപ്പിക്കൽ മുതൽ ശത്രു സംഹാരം വരെ കാര്യസാധ്യത്തിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും വാക്ക് കേട്ട് എന്തും ചെയ്യുന്നവരിൽ വിദ്യാഭ്യാസം കുറവുള്ളവർ മാത്രമല്ല ഉള്ളത്, നല്ല ഉന്നതമായ വിദ്യാഭ്യാസം നേടിയവർ വരെയുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ കുറവോ ഒന്നും പലപ്പോഴും മന്ത്രവാദികളുടെ പിടിയിൽപ്പെടുന്നതിന് അല്ലെങ്കിൽ ജ്യോത്സ്യന്റെ പിടിയിൽപ്പെടുന്നതിന്, എന്തിന് ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വരെ സമയം നോക്കുന്ന, നേരം നോക്കുന്ന ആളുകളായി എല്ലാം ജ്യോത്സ്യന്മാരോ മന്ത്രവാദികളോ ഒക്കെ തീരുമാനിക്കുന്ന അനുസരിച്ച് മാത്രം ജീവിക്കുന്ന എത്രയെങ്കിലും മനുഷ്യർ നമ്മുടെ എല്ലാം ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. മന്ത്രവാദികളുടെ വലയിൽ വീഴുന്നോ മലയാളികൾ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, നമ്മൾ ഇന്നലെയും സമാനമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്തത്. പക്ഷെ ഇന്നും അത്തരം വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഈ 2 വയസ്സുകാരിയെ ജീവനോടെ എടുത്ത് കിണറ്റിലേക്കൊക്കെ കൊലപ്പെടുത്തി, അതും സ്വന്തം അമ്മാവൻ സഹോദരിയുടെ കുഞ്ഞിനെയാണ് ഇങ്ങനെ കൊന്നത്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു വരുമ്പോൾ ചില മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും ഒക്കെ പങ്കിനെ കുറിച്ച് സംശയങ്ങൾ വരുന്നു. അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ, ഈ കുഞ്ഞായിരുന്നു അയാളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ശാപമായി നിന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രവാദികൾ. നേരത്തെ നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലും സമാനമായ അവസ്ഥ. നീളമുള്ള മുടിയുള്ള അയൽവക്കത്തുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ആരും വരാം. അത്തരം കാര്യങ്ങളൊക്കെ ഈ ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പോകുന്നത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും വിദ്യാഭ്യാസപരമായി വളരെ പിന്നാക്കം നിൽക്കുന്നവരാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെയുള്ളവർ മാത്രമല്ല, വിദ്യാഭ്യാസപരമായി ഉയർന്നവരടക്കം പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പോകാനുള്ള കാരണം? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ പാർട്ടിന്റെ മെമ്പറാണ്, CPIM-ന്റെ. പറഞ്ഞോളൂ. എനിക്കിത് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി. സാക്ഷര കേരളം, സുന്ദര കേരളം നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്നത് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ എല്ലാ മന്ത്രവാദികളെയും ജ്യോത്സ്യന്മാരെയും പോലീസ് നിരീക്ഷിച്ചെടുക്കണം. അപ്പവും ഇത് കടിഞ്ഞാണം നിർബന്ധമായിട്ട്. 2.5 വയസ്സുള്ള ഒരു കുട്ടീനെ കിണറ്റിലെറിയാൻ വേണ്ടി ഉപദേശിച്ചെടുത്ത മന്ത്രവാദിനെ വെച്ചേക്കരുതവൻ. കർശനമായ ശിക്ഷ ഗവൺമെന്റ് കൊടുക്കണം. ഈ ഗവൺമെന്റ് ഇച്ഛാശക്തി തീർത്തിൽ ഉപയോഗിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഇത്തിരി പറയാം, ബാക്കി പിന്നെ പറയാം. ശരി, എന്തായാലും അതെ, ആ മന്ത്രവാദി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അറിയില്ല. എന്തായാലും കേരളത്തിൽ ഈ മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും ഒക്കെ സ്വാധീനം നിത്യജീവിതത്തിൽ പലരുടെയും ജീവിതത്തിലേക്ക് പലതരത്തിൽ കടന്നു വരുന്നുണ്ട്. പലപ്പോഴും പല കുറ്റകൃത്യങ്ങളുടെ പിന്നിലൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇത്തരം മന്ത്രവാദികളൊക്കെ പറഞ്ഞത് വിശ്വസിച്ച് അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ പറഞ്ഞത് വിശ്വസിച്ചാണ് പലരും പലതും ചെയ്യുന്നത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും ചേരുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്ത് ഈ ആളുകളൊക്കെ ഒരുപാട് പുരോഗമിച്ചു, ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ഇത്തരം മന്ത്രവാദികളുടെ സ്വാധീനമൊക്കെ മലയാളി സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കേരളം പുരോഗമനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുകയാണ്. മാത്രമല്ല എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും, വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഇപ്പൊ അല്ല. സാക്ഷരത കേരളം എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പുരോഗമനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ചെയ്യുന്നത്. അതില്ലാത്തവരും ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തിലല്ല വിശ്വാസമുള്ളത്, അവർക്ക് ഈ മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാര്, അവിടെ അത് പല പല വൃത്തികെട്ട കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സാറിന് ഇതിൽ കൂടെ ഒന്നും പറയാൻ പറ്റൂല. അത് അത്രയും വൃത്തികെട്ട കാര്യത്തിന് ഈ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ആ ഒളിഞ്ഞു മറിഞ്ഞും പോവുക, എന്നിട്ട് അവിടെ ചെയ്യുക, ഇവിടെ കാട്ടുക. പിന്നെ എന്തിനേറെ പറയുന്നത്, പിന്നെ പറയാൻ വയ്യ എങ്കിലും കൂടിയിട്ട് പറഞ്ഞു പോവുകയാണ്.
പിന്നെ ഗർഭിണിയാകാൻ വരെ മന്ത്രവാദിന്റെ അടുത്ത് പോവുകയാണ്. ഇനി ഇതിലേറെ ചുരുക്കം എന്താ പറഞ്ഞത്, അത് ശരി ശ്രീ മുഹമ്മദ്, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വിദ്യാഭ്യാസമുള്ള മനുഷ്യരടക്കം എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരടക്കം ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ആപത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദോഷമുണ്ട് എന്നൊക്കെ ഏതെങ്കിലും ഒരു മന്ത്രവാദി പറഞ്ഞാൽ പിറ്റേന്ന് തന്നെ അയാളടുത്ത് പോയി അതിനുള്ള പരിഹാരം കാണാൻ തേടുന്നവർ. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ദുഃഖങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും എല്ലാ സമയത്തും സന്തോഷവും അല്ലെങ്കിൽ എല്ലാ നേട്ടങ്ങൾ മാത്രം ഉണ്ടായിക്കൊണ്ടെന്നും ഇരിക്കില്ല. ആ നേട്ടങ്ങളെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ മറികടക്കുന്നതിന് പകരം ഇങ്ങനെ മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന് ചേരുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ എല്ലാ പല വിഭാഗങ്ങൾ, അതിന് പ്രത്യേകിച്ച് മതമില്ലെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും പലപ്പോഴും, അല്ല പല മതക്കാരും അവരവരുടെ മതത്തിലെ ഇത്തരം വിശ്വാസങ്ങളിൽ പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. ഞാനിന്ന് 3 മണിയായപ്പോ കേബിള് പോയതാ, കേബിൾ ഇല്ലാതിരിക്കുക. അപ്പൊ കാണുന്നില്ലയോ? ഇല്ല, ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ശരി, ഓക്കെ, കുഴപ്പമില്ല. വിഷയം നമുക്ക് യൂട്യൂബിൽ കാണാം. അല്ലല്ല, ഒന്നിലും ഇല്ല, കാണുന്നില്ല. സാധാ ഫോണാ. അല്ല, നമുക്ക് മറ്റേ അല്ലെങ്കിൽ പിന്നീട് യൂട്യൂബിൽ കാണാം. അതെ, ശരി. അപ്പം കായംകുളത്തൊന്നും ഞാൻ വിളിക്കുന്നതിന് മുമ്പ് ആരും വിളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ പല ആളുകൾ ഇപ്പൊ കായംകുളത്തൊന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതല്ലേ അങ്ങനെ? എനിക്ക് നല്ലത്, എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ കായംകുളത്താണ് പഠിക്കുകയൊക്കെ, കായംകുളത്ത് MSMലാണ് കോളേജിൽ പഠിക്കുകയൊക്കെ ചെയ്തത്. ഞാൻ ആ കോളേജിന്റെ തൊട്ട് പടിഞ്ഞാറപ്പുറത്താണ് താമസം. ശരി, ഓക്കെ. പടിഞ്ഞാറപ്പുറത്താണ്. ഇവിടെ പടിഞ്ഞാറ്. ശരി, 2 വീടിന്റെ വ്യത്യാസമുള്ളു. അപ്പോഴാ എല്ലാ മതത്തിലും ഈ ഒരു സമ്പ്രദായമുണ്ട്. സ്വാമിമാരുടെ അടുത്തും മറ്റു മുസ്ലിംമാരുടെ അടുത്തും എവിടെ പോകാൻ പറ്റുന്നോ അവിടെ എല്ലാം പോയി നമുക്ക് എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നോ ആ രീതിയിൽ നോക്കുന്ന ഒരുപറ്റം ജനങ്ങളുണ്ട്. ഇവരെ പിടിച്ച് അങ്ങ് മരണകാലം വരെ അകത്തിട്ടേക്കണം ഈ ദുർമന്ത്രവാദം നടത്തുന്ന ആളുകളെ. എല്ലാ സമുദായത്തിലും ഉണ്ട്. ശരി, അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും ചേരുന്നു. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തും ഇങ്ങനെ വളരുകയാണ്. നമ്മൾ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ AI കാലത്തൊക്കെയാണ് നിൽക്കുന്നത്. മൊബൈലിൽ AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുകയും മറുവശത്ത് ജ്യോത്സ്യനെ കാണാൻ പോവുകയും മന്ത്രവാദികളെ കാണാൻ പോവുകയും ചെയ്യുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും മാറുന്നുണ്ടോ? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ വിളിക്കും. നമ്മളെ ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം. പക്ഷേ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ വലിയ ജ്യോത്സ്യന്മാര് കുടുംബം തകർന്നടിഞ്ഞ് അവിടെ കുടുംബം തകർന്നടിഞ്ഞ് ജനങ്ങളെ കാണുകയാണ്. ഇന്ത്യ ഒട്ടാകെ, കേരളം ഒട്ടാകെ കാണുകയാണ്. ഹിന്ദുവിലും മുസ്ലിംമാര് ക്രിസ്ത്യാനികളും ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ട്. പക്ഷെ വിശ്വാസമുള്ളവര് അവരിങ്ങനെ ചെയ്ത് പണം വാങ്ങാറില്ല, കുടുംബത്തെ നശിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മളെ ഇന്ത്യൻ കേരള നാട്ടില് ഇതിന് കൂട്ടുനിൽക്കുന്ന പോലീസ് മേഖലയിലുണ്ട്, വില്ലേജ് ഓഫീസർ മേഖലയിലുണ്ട്, ചുരുക്കി പറഞ്ഞാൽ ഇനി ആർട്ട് ഓഫീസല്ല എല്ലാ സ്ഥാപനങ്ങളിലും ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാവരും പോകുന്നുമുണ്ട്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിന്ദുവായാലും മുസ്ലിം ക്രിസ്ത്യാനി ആയിരുന്നാലും ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. ദൈവത്തിനെ കണ്ടാരുമില്ല. നമ്മളെ അമ്മയും അച്ഛനെയും നമ്മൾ തൊഴിലുമാണ് നമ്മളെ ദൈവം. മാതാപിതു, നമ്മളെ ജോലി, ഈ 3ഉം കണ്ടാൽ അവിടെ ഉണ്ട് ദൈവം, അവിടെ ഉണ്ട് കോടീശ്വരൻ, അവിടെ ഉണ്ട് ഐശ്വര്യം. ശരി, വളരെ വ്യക്തമാണ്. ശ്രീ രാജൻ കയറുന്നു കൊല്ലത്തുനിന്നും. ശ്രീ രാജൻ, ഈ ആളുകളൊക്കെ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ നേടുന്നു, പുതിയ പുതിയ ടെക്നോളജികളൊക്കെ പഠിക്കുന്നു, അവിടെയൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കുന്നു. മറുഭാഗത്ത് അതേ ആളുകളൊക്കെ തന്നെ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളൊക്കെ പോയാൽ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്ഷമിക്കാം. പക്ഷെ അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവരടക്കം പോവുകയാണ്. ഈ ജ്യോത്സ്യന്മാരൊക്കെ അവർ പറയുന്നത് കേട്ട് ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ച് പൂജകൾ നടത്തുന്നു, അതോടെ മറ്റ് ഹോമങ്ങൾ നടത്തുന്നു, മന്ത്രവാദം നടത്തുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ നടത്തുന്നു. എന്തിന്? അവരുടെ ജീവിതം രക്ഷപ്പെടാത്തതിന് കാരണം നീളമുള്ള മുടിയുള്ള അയലത്തെ സ്ത്രീയാണെന്ന് വരെ പറഞ്ഞാൽ അത് അടക്കം വിശ്വസിക്കുന്നവരായി മലയാളി മാറുകയാണോ? അതിനൊന്നും തെറ്റില്ല സാറേ. കാരണം വെച്ചാൽ എങ്ങനെയാ ആൾക്കാർക്ക് ജീവിക്കണം? ഒരാളെ ചൂഷണം ചെയ്തേ മറ്റൊരാൾക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മുടെ ISROയിലെ പിന്നെ റോക്കറ്റ് വരെ മറ്റേ എവിടെ തിരുപ്പതി കൊണ്ടുപോയി പൂജിച്ചിട്ടല്ലേ വിട്ടത്. അങ്ങനൊക്കെ ഉള്ള വിശ്വാസമുണ്ട്. എനിക്ക് ഇത്രയും നാൾ വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കിരൺ സാറേ. കാരണം ഞാനിപ്പോ ഒരു പൂജാരി, ഒരു മന്ത്രവാദിയെ കണ്ട് 10-200 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞൊന്ന് മന്ത്രവാദം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം PV അൻവറെ UDFൽ എടുക്കാൻ വേണ്ടി. പുള്ളി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ UDFലുള്ള മോഷണവും വൃത്തികേടും അതും ഒക്കെ വെളി വരത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പൈസ കൊടുത്തിരിക്കുക ഇതൊന്ന് നടത്തി കിട്ടാൻ വേണ്ടി. അത് കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കും. ഇത്ര നാളും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു.
അപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പൂജയ്ക്ക് പൈസ കൊടുത്ത് എന്നിട്ട് നീ എന്നോട് പറഞ്ഞ അര തേങ്ങയ്ക്കകത്ത് ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇവിടെ കടലിലോട്ട് ഒഴുക്കണോന്ന് പറഞ്ഞു. ശരി, എന്തായാലും ചെലവ് കുറവുള്ള ക്രിയയാണ് പറഞ്ഞതല്ലയോ? സാധാരണ മന്ത്രവാദികളൊന്നും അങ്ങനെ ചെലവ് കുറഞ്ഞ അടുത്ത തേങ്ങയുടെ കഥയൊന്നും പറയാറില്ല. ശരി, എന്തായാലും 200 രൂപ, പുള്ളിക്ക് 200 രൂപ കൊടുത്ത പൈസ കുറവ്, അതുകൊണ്ടാണ് ചെറുത് പറഞ്ഞത്. അല്ല, ചേർന്ന് കഴിഞ്ഞിട്ട് മതി ഇത് കൊണ്ടുവന്ന് എറിയാൻ പറഞ്ഞു. ശരി, എന്തായാലും ചേർന്ന് കഴിഞ്ഞിട്ട് എറിഞ്ഞേരെ. ശരി, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഇത്തരം വിഷയത്തെ കാണുന്നത്? മലയാളികൾക്ക് ഈ അന്ധവിശ്വാസം, ഈ മന്ത്രവാദികളുടെ ഒക്കെ പിടിയിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാവും? അല്ല, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഇന്ന് നല്ല ഉന്നതന്മാർ പോലും ഇതിൽ വിശ്വസിക്കുന്നത്, ജ്യോതിഷത്തിലും ഈ കൂടോത്രത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാര് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ജ്യോതിഷനെ കാണാമെന്ന് ഏറ്റവും സാധാരണക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പരാമർശിച്ച പ്രദീപൻ, ദേവീദാസൻ എന്ന പ്രദീപൻ, ഇയാളെ കുടുംബ അന്തരീക്ഷം നിങ്ങൾ നോക്ക്. തൊട്ടടുത്ത ഒരു സ്ത്രീനെ വീട്ടിൽ വേലക്ക് എത്തിക്കുക, ആദ്യത്തെ ഭാര്യ ഒഴിവാക്കിയിട്ട് ആ വേലക്കാരത്തിയെ കല്യാണം കഴിക്കുക. ഇയാളെയൊക്കെ വീട്ടിൽ ശരിക്കും അമ്പലം പോലെയാണ് ഈ പ്രദീപന്റെ നമ്മൾ ടി വിയിലും കാണുന്നത്. ഇയാളൊക്കെ ശരിക്കും ചോദ്യം ചെയ്താല് ഇയാൾ കുറ്റവാളി ആയിരിക്കും എന്ന് സംശയിക്കുന്നതാണ്. നാട്ടിൽ ഇതുപോലുള്ള ആൾക്കാർ ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ നാടുകളിലും ഉണ്ട്. നമ്മൾ അനക്കറിയുന്ന എന്റെ ഒന്നിച്ച് പഠിച്ച ഒരു ഭയങ്കര പ്രശസ്തമായ ജോത്സ്യൻ എത്തിയ വാർത്ത, അയാളൊക്കെ ഇന്ന് ഉണ്ടാക്കിയ പണത്തെ കണക്കില്ല, കോടാനി കോടി കൊടുക്കുക. എന്റെ പ്രായത്തിൽ എന്റെ ഒന്നിച്ച് പഠിച്ച ആളാണ്. എന്റെ ഒന്നിച്ച് പഠിച്ച ഈ മാന്യനായ ജോത്സ്യൻ എന്റെ ഭാര്യ മരിച്ചപ്പോൾ ഞാൻ അതിന്റെ ചെറിയ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോ അത് എന്നൊരു 200 പൈസ വാങ്ങി. ഇതാണ് ജോത്സ്യന്മാർ, പേരും കള്ളന്മാരെ കയറി. ശരി, പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ സമൂഹത്തിൽ വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങളുടെ ഈ മാനസികമായ ചില പ്രയാസങ്ങളെയൊക്കെ ചൂഷണം ചെയ്താണ്. നമുക്ക് മാനസികമായ ഏതെങ്കിലും ചെറിയ പ്രയാസം വരികയോ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ചില പരിഹാര ക്രിയകളൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ചിലപ്പോൾ എന്തായാലും ചില ദോഷങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന ചില ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും നടക്കും. പക്ഷേ ഇത് ചെയ്തുകൊണ്ടാണ് നടന്നതെന്ന് വിചാരിക്കും. അത് നടന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി വീണ്ടും അത്തരക്കാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഇത്തരത്തിലേക്ക് കേരളത്തിൽ ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട കൊലപാതകങ്ങളുടെ പിന്നിലും ഇവരുടെയൊക്കെ ഒരു പ്രേരണ കൂടി ഉണ്ട് എന്ന് സംശയം ഉണ്ട് ശക്തമായി തന്നെ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? മന്ത്രവാദികളുടെ പുറകെ മാത്രമല്ല മലയാളികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇ ഡി ലോറിന്റെ പുറകെ പോകുന്നു. ഇതിന്റെ എല്ലാം കാരണം മാനസിക പ്രശ്നങ്ങളാണ്. അങ്ങ് പറഞ്ഞു മാനസിക പ്രശ്നമല്ല, അമിതമായ ആഗ്രഹങ്ങളാണ്. അപ്പുറത്തെ പോലെ ആർത്തിയാണല്ലേ? അപ്പുറത്ത് നോക്കിക്കൊണ്ട് രാവിലെ എണീക്കുന്നത്, അപ്പുറത്തെ 2 പേരെ നോക്കി അവരൊക്കെ 2 കാറും നോക്കിയൊക്കെ നമ്മൾ ചെയ്യും. നമുക്ക് കുറച്ചുള്ള സൗഭാഗ്യങ്ങളുണ്ട്. ഈ സൗഭാഗ്യങ്ങളിലൊന്നും തൃപ്തരാകുന്നില്ല. നമ്മളൊക്കെ കുറച്ച് താഴോട്ട് പോയിട്ട് ഇത് ബ്രിഡ്ജിന്റെ അടിയിൽ കിടന്നുറങ്ങുന്നവരും റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവരും യാചകരെയൊന്നും ശ്രദ്ധിക്കാതെ ഈ മുകളിലുള്ളവനെ തന്നെ ശ്രദ്ധിക്കുക. അവന്റെ മക്കൾ പോകുന്ന സ്കൂള് ഇതിന്റെ പുറകെ വിടുക. അതുകൊണ്ട് ഇന്നലെ ഒരു 15 വയസ്സുള്ള കൊച്ചു കണ്ടില്ലേ ആ തൃപ്പൂണിത്തറയിൽ ആ ആത്മഹത്യ ചെയ്ത കൊച്ചവൻ എന്താ റാഗിങ് കാരണമൊക്കെയാ. ഇതൊക്കെ ഈ ഹയർ വലിയ സ്കൂളുകളിലൊക്കെ തെരഞ്ഞു പിടിച്ച് വിടുമ്പോൾ നമ്മൾ കയ്യിലുള്ള രൂപ പോലും അത്രയും കാണത്തില്ല. എങ്കിലുമൊക്കെ അത് വിടും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ എളുപ്പ പരിക്ക് ആദ്യം അമ്പലം പിടിക്കും. അമ്പലം കഴിയുമ്പോൾ പിന്നെ ചെറിയ മന്ത്രവാം, ചെറിയ പോറ്റിയെ കാണുന്നു. പോറ്റി കഴിയുമ്പോൾ പിന്നെ കൈനോട്ടക്കാരൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ഈ സീസ് വലിയ പൂജകളിൽ നിന്ന് മുത്തസ്വാമിയിൽ ചെന്നെത്തി അവസാനം ഇപ്പൊ ഈ കൊച്ചിന് മെനങ്ങ സത്യം പറയാൻ ഇന്നലെ വിളിക്കുമ്പോഴും എന്റെ മനസ്സിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ അവ എടുത്ത് ഈ കിണറ്റിയിട്ടത് നമ്മൾ ഒരു പൂജയ്ക്ക് വല്ലതും ആയിരിക്കും. കാര്യം ഈ ചെറുക്കനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. അവൻ എന്തോ ചെറിയ മാനസിക വിശ്രാന്തിയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ എന്റെ മനസ്സിൽ തോന്നുന്നു ഈ അമ്മയും കൂടെ ചേർന്ന് നമ്മളെ വടക്കേ ഇന്ത്യയിലേക്കാണ് മനുഷ്യ ഹോമം നടത്തി. നമുക്ക് അത് കൃത്യമായി നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. പക്ഷെ അത്തരം ചില സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ അതാവാം, അല്ലാതെയും ഇരിക്കാം. ശ്രീ സീതനാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ശ്രീ സീതൻ, താങ്കൾ ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ മണ്ണഞ്ചേരി. എങ്ങനെയാണ് താങ്കളുടെ മണ്ണഞ്ചേരിയിലൊക്കെ ആളുകൾ ഇങ്ങനെ ഈ അന്ധവിശ്വാസികളായ മന്ത്രവാദികളുടെ അടുത്തൊക്കെ പോകുന്ന അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെയൊക്കെ സ്ഥിരമായി കണ്ടെന്ന അത്തരം ആളുകളുടെയൊക്കെ എണ്ണം കൂടുതലാണോ? അല്ല, അങ്ങനെ നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും നല്ലൊരു ശതമാനം ഈ അന്ധവിശ്വാസത്തിൽ ആൾക്കാർ വീഴുന്നുണ്ട് സാറേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മുമ്പത്തേനേക്കാൾ കൂടുതൽ കേരളത്തിലൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുർമന്ത്രവാദവും അതുപോലെ തന്നെ അന്ധവിശ്വാസം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മനസാക്ഷി പോലും ഇല്ലാത്ത രീതിയിൽ ക്രൂരമായി ഇപ്പൊ 2 വയസ്സുള്ള കൊച്ചിനെ തന്നെ കിണറ്റിലെറിഞ്ഞു വന്നത് ഒരു മന്ത്രവാദിയുടെ വാക്ക് കേട്ടിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ പ്രദേശത്ത് തന്നെ കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ചാനലുകാരും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ ഈ പ്രദേശത്തുമൊക്കെ ആൾദൈവങ്ങളും അന്ധവിശ്വാസവും ഒക്കെ ആയിട്ട്
ശരിക്ക് കയറിപ്പോകുന്നവരുണ്ട്. അതിന് ഉദ്യോഗസ്ഥന്മാരുടെ സഹായവും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മള് ശരി, എന്തായാലും അത്തരം ആളുകളെയൊക്കെ യഥാർത്ഥത്തിൽ തുറന്നു കാട്ടേണ്ടത് തന്നെയാണ്. പലപ്പോഴും ഇത്തരം ആളുകളൊക്കെ പുറനാട് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴൊക്കെയാണ് സാധാരണ ഇതിൽ വാർത്തയാവാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇതുപോലൊരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ചർച്ച ചെയ്യൂ. അത് സ്വാഭാവികമാണ്. അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അത് അത്തരം നമ്മുടെ ഒരു നിയമം പോലും അന്ധവിശ്വാസ നിവാരണ ബില്ല് 2 തവണ കൊണ്ടുവന്നിട്ട് പോലും അതുപോലും പാസ്സാക്കാൻ കഴിയുന്നില്ല നമുക്കിപ്പോഴും. ശ്രീ ശരത്താണ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കൊലപാതകത്തിനൊക്കെ പ്രേരിപ്പിക്കുന്ന മറ്റാരെയെങ്കിലും കൊന്നാൽ, അല്ലെങ്കിൽ അവരെ ഇല്ലാതെയാക്കിയാൽ, അല്ലെങ്കിൽ അവർക്കെതിരെ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ധനമുണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ജ്യോത്സ്യൻ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, എന്തിന് നരബലി പോലും വിശ്വസിച്ച ആളുകൾ കേരളത്തിലുണ്ട് എന്നൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യമായതാണ്. എന്താണ് നമുക്ക് പറ്റുന്നത്? അല്ല, ഇത്തരത്തിലുള്ള ഒരു ദുർമന്ത്രവാദപരമായ പ്രേരണ കൊടുക്കുന്ന കൊലപാതകങ്ങളെയൊക്കെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. പക്ഷെ എല്ലാ ജ്യോത്സ്യന്മാരെയും എല്ലാ മന്ത്രവാദികളെയും നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചെയ്യുന്ന ആളാണോ? അല്ലല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളല്ല. എന്നാലും ഞാൻ പൊതുവെ വിശ്വാസം ഉണ്ട്, അന്ധവിശ്വാസത്തെ എതിർക്കുന്നു. അത് നരബലി ഇതുപോലുള്ള സംഭവങ്ങളെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. എല്ലാ ജ്യോത്സ്യന്മാരെയും എല്ലാ മന്ത്രവാദികളെയും നമ്മൾ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല. അല്ല, അങ്ങനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. നമ്മൾ അത് ശാസ്ത്രീയമാണോ അല്ലയോ എന്നുള്ള മറ്റൊരു ചോദ്യം. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ ചിലർക്ക് അത്തരം വിശ്വാസങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒരു കുരുതി കൊടുക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ അപ്പാടെ എതിർക്കുന്നു. കുരുതി കൊടുക്കുന്ന മാത്രമല്ല, ഇപ്പോൾ ഒരാളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഈ നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ തന്നെ ഒരു കാരണം അയാൾ ആ തരത്തിൽ അയാൾക്ക് സൈക്കിക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും. പക്ഷേ അയാൾ മരണത്തിലേക്ക് അയാളെ പ്രേരിപ്പിച്ച ഒരു ഘടകം നീളമുള്ള മുടിയുള്ള തൊട്ട് അയലത്തുള്ള ഒരു സ്ത്രീയാണ് താങ്കളുടെ ഈ ജീവിതം നശിക്കാനുള്ള കാരണം. അവരാണ് കാരണം എന്ന് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ അയാൾ കൊല്ലാനൊന്നും പറഞ്ഞു കാണില്ല. പക്ഷെ അതൊരു അയാളെ മറ്റു തരത്തിലേക്ക് നയിക്കലാണ്. അതാരാണ് പറഞ്ഞത്? ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ശരിയായ രീതിയിൽ മന്ത്രവാദത്തെയും ജ്യോത്സ്യത്തെയും കൈകാര്യം ചെയ്യുന്നവരല്ല. അത്തരത്തിലുള്ളവരെ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. ശരി, ഇപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണെങ്കിൽ ഏത് കാര്യത്തിലും ആരും ഇടപെടാറില്ല. അപ്പോൾ പൊതു ക്രമസമാധാനവും പൊതു ധാർമ്മികതയും പൊതു ആരോഗ്യത്തെയും ബാധിക്കാത്ത തരത്തിലാണ് ആരുടെയെങ്കിലും വിശ്വാസക്രമം പാലിക്കേണ്ടത് എന്നാണ്. മതമല്ല, ഏത് വിശ്വാസമാരും പാലിക്കേണ്ടത് അങ്ങനെയാണ് എന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന തന്നെ നമുക്ക് നിർദ്ദേശിക്കുന്നത്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്നും. ശ്രീ തിലകൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള സാറേ, ദൈവം ഉണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ ദൈവവിശ്വാസം സത്യമാണ്. കുറച്ച് പറയില്ല, മാതാ പിതാ ഗുരു ദൈവം, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു അച്ഛനും അമ്മയല്ലോ നമുക്ക് രാവിലെ വായുവും വെളിച്ചം തരുന്നത്. പ്രകൃതി നിലനിൽപ്പിന് കൊണ്ടുപോകുന്നത് അച്ഛനും അമ്മയല്ല. അപ്പൊ ദൈവശക്തി ഉണ്ട്. അപ്പൊ ദൈവത്തെ യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതിനകത്ത് മന്ത്രവാദം, ആഭിചാരം, ഇതൊന്നും ദൈവത്തിന്റെ പദ്ധതിയല്ല സാറേ. ഇതെല്ലാം മതത്തിന്. ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. ഹലോ, പറഞ്ഞോളൂ. ഞാൻ യേശുക്രിസ്തു പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞ മഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ സ്വർഗത്തിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും വേണ്ട രീതിയിലുള്ള വെളിപാട് ഉണ്ടാകണം. അത് യേശുവിന്റെ സുവിശേഷം ഈ ലോകമെമ്പാടും പരക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ പരക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം പതുക്കെ ഇല്ലാതാവും. ഞാൻ യേശുവിന്റെ കാര്യമായിട്ടാ, ക്രിസ്തു മതത്തിന്റെ കാര്യമല്ല. യേശുവിന്റെ വാക്ക്, യേശുവിന്റെ ജീവൻ അത് അനിവാര്യമാണ്. അതെന്ന് സ്വീകരിക്കുന്നു. ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നതിനോ അങ്ങനെയല്ല. ചരിത്രത്തെ എഡിന്ന് ബിസിന്ന് വേർതിരിക്കപ്പെട്ടില്ലേ? സാറ് നിൽക്കുന്ന ഈ ദിവസത്തിന്റെ ഏതായാലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങളെ. തിലകന് ആ വിശ്വാസമുണ്ട്, മറ്റൊരാളിന് ഒരാൾ ദൈവത്തിലായിരിക്കും വിശ്വാസം. അങ്ങനെ ഓരോരുത്തർക്കും ആരിലും വിശ്വസിക്കാം. അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അതെല്ലാം സാറേ ഓരോരുത്തരുടെ വിശ്വാസത്തിലല്ലേ ചരിത്രം. 2025 ചരിത്രം ക്രിസ്തുവിന്റെ ചരിത്രമല്ലേ? അത് ക്രിസ്തു അങ്ങനെയല്ലല്ലോ ശ്രീ തിലകൻ. ഒരാൾക്ക് താങ്കൾക്ക് ക്രിസ്തു മതത്തിൽ എന്നതുപോലെ മറ്റൊരാൾക്ക് ഇസ്ലാം മതത്തിലോ ഹിന്ദു മതത്തിലോ ജൈന മതത്തിലോ ഒക്കെ വിശ്വസിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, ക്രിസ്തു മതത്തിലല്ലേ യേശുവിൽ വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞ ഏഡിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് സത്യമല്ലേ സാറേ? ശരി, അത് ഒരു കാലക്രമത്തിന് വേണ്ടി എടുത്ത ഒരു സംവിധാനത്തെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് തന്നെയല്ലേ ഉപയോഗിച്ചത്. കാലക്രമത്തിന്റെ അത് അങ്ങനെ ഒരു കാലക്രമത്തിന് വേണ്ടി ഒരു ഡേറ്റ് എടുത്തു എന്ന് കരുതി മറ്റ് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തെറ്റാണെന്ന് പറയുന്നത് നമ്മൾ ശരിയല്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞൊരു മഹത്തായ കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. അത് ശരി, പറഞ്ഞോളൂ.
അദ്ദേഹം പറഞ്ഞ അദ്ദേഹം നിവേദിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ശിഷ്യയാണല്ലോ. അദ്ദേഹം നിവേദിത എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടി കഴുകാനൊക്കെ വെള്ളം കൊടുത്തു, ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി വെച്ചപ്പോ നിവേദിത ചോദിച്ച ചോദ്യം, ഇത് ഞാൻ ചുരുക്കം പറയാം, ചോദിച്ചൊരു ചോദ്യം, പ്രഭു അങ്ങ് എനിക്ക് എന്തിനാണ് വിളമ്പി തരണമെന്ന് പറഞ്ഞ. അപ്പൊ അദ്ദേഹം ചിരിച്ചു എന്ന് പറഞ്ഞ. എന്നിട്ട് പോയി കിടന്നുറങ്ങി. ഈ നിവേദിത ഉറക്കാനും എല്ലാം കാണിച്ചു കൊടുത്തു. അവസാനം ഈ നിവേദിത ചോദിച്ച ചോദ്യം ഇത് തന്നെ, അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തു. അപ്പൊ ഈ അന്ത്യ അത്താഴ സമയത്ത് പത്രോസ്ലീഹയുടെ കാല് യേശു ക്രിസ്തു കഴിയില്ലയോ എന്ന് ചോദിച്ച ചോദ്യമുണ്ട്. എന്നാൽ ആ ദിവസം മരിക്കുന്നുണ്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു ഒരു താങ്കളുടെ ഓരോരുത്തരുടെ അതേ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് കൂടി അതേ രീതിയിൽ വിശ്വസിക്കാനും അങ്ങനെ കരുതാനും ഒക്കെ അവകാശമുണ്ട് എന്നതിൽ മാത്രമേ ഉള്ളൂ വിയോജിപ്പ്. ശ്രീ രവീന്ദ്രനാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ അടക്കം ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിലേക്ക് കൂടുതലായി, കേരളം ഒരു കാലത്ത് ഇതിനെതിരെ വലിയ സമരങ്ങളൊക്കെ നയിച്ച ഒരു നാടാണ്. ആ നാട്ടിലേക്കാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ വലിയ തോതിൽ കടന്നു വരികയും ആ അന്ധവിശ്വാസികൾ അത്തരം ആളുകളൊക്കെ സമൂഹത്തിൽ പിടിമുറുക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് തെറ്റായ കാരണം. നമ്മുടെ വിദ്യാഭ്യാസം വിവരവും എഞ്ചിനീയറും ഡോക്ടർമാരും നേതാക്കന്മാരെല്ലാം പോകുന്നുണ്ട്. അവര് ആഡംബര കാറെ തല തുണിയിട്ടിട്ട് പോകുന്നു, മറ്റവർ ഓട്ടോറിക്ഷ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെയല്ല സാറൊന്ന് ഓർത്ത് നോക്കിയേ, ജോൺസൺ മാമങ്ങളുടെ അംശപടി തപ്പിപ്പോയതും സൗന്ദര്യം ഉണ്ടാക്കാൻ പോയത് ഇവിടുത്തെ പാവങ്ങളാണോ? അല്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയ ഉന്നത നേതാക്കന്മാരെ, അതുപോലെ മാതാ അമൃതാനന്ദമയുടെ ചവിട്ട് കൊള്ളാത്ത ഏതെങ്കിലും ഇവിടുത്തെ നേതാക്കന്മാരുണ്ടോ? കാരണം ഞാനിപ്പോ പേര് സഹിതം ഓരോ രാഷ്ട്രീയത്തിലും ഞാൻ പറയാം, അത് ഞാൻ പറയുന്നില്ല. അതുപോലെ ഇവിടെ പാവങ്ങൾ തന്നെയായിരുന്നു ഇവന്മാരെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവരിലെ പുറമെ ഇങ്ങനെ പറയും, പ്രസംഗിക്കും, അതങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മറ്റേ ചെയ്തെന്നൊക്കെ. പക്ഷെ പിടിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മള് മൂക്കത്ത് വിരൽ നോക്കും അല്ലെ. അംശപടി തപ്പിപ്പോയതും ഇവിടുത്തെ DGP വരെ അല്ലേ അവിടെ പോയി പെറ്റി കിടന്നത്. എന്തൊരു നാണക്കേടായിരുന്നു. നമ്മൾ കേരളത്തിൽ ദൈവത്തിന്റെ നാടാണ്, വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു നിൽക്കുന്നത്. ഇനിയെങ്കിലും പറയരുത്, ഇങ്ങനെ പറഞ്ഞു. ശരി, ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി സബിതയാണ് പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി സബിത, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? മധുവാണ് പാലക്കാട് നിന്നും. ശ്രീ മധു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിലെ ഒരു കാലത്ത് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ വലിയ പോരാട്ടം നയിച്ച ആളുകളായിരുന്നു. ഇന്ന് പലപ്പോഴും ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പറയാൻ പോലും ആളുകൾക്ക് ഭയമുണ്ടാവുന്ന ഒരു അന്തരീക്ഷം, കൂടുതൽ ആളുകൾ ഇത്തരം അന്ധവിശ്വാസികൾക്ക് പിന്നിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷം. എന്താവും ഈ നാട് ഇങ്ങനെയൊക്കെ മാറാൻ കാരണം? നമസ്കാരം സാറേ. നമസ്കാരം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം ആദ്യം പറയട്ടെ. പറഞ്ഞോ. ഞാനിപ്പോ 2-3 ആഴ്ചയായി സാറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശ്രമം ഞാൻ ശരിക്കും ചന്ദ്രയാനിലേക്ക് പോകാൻ ശ്രമിച്ചാൽ ഞാനിപ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും. എന്തായാലും താങ്കൾ അങ്ങനെ ശ്രമിക്കുന്നുള്ളതിൽ നമുക്ക് പ്രത്യേക നന്ദിയുണ്ട്. അത് ഞങ്ങളുടെ എന്തെങ്കിലും കുഴപ്പങ്ങളല്ല കിട്ടാത്തത്. അല്ല, കിട്ടുന്നില്ല. പിന്നെ അതല്ല, റിങ് അടിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെയല്ല, നമ്മൾ സാധാരണ ഇതിൽ ഒരു 3 പേരെ 4 പേരെ വരെയാണ് നമ്മൾ ക്യൂവിൽ നിർത്തുന്നത്. അതിൽ കൂടുതൽ ആളുകളെ ചിലപ്പോൾ ക്യൂവിൽ നിർത്തിയാൽ അത് കട്ടായി പോവുകയൊക്കെ ചെയ്യും. അല്ല, ക്യൂവിൽ നിൽക്കുന്നതിലൊന്നും വിരോധമില്ല സാറേ. അല്ല, ആ 4 പേര് കഴിഞ്ഞാണ് താങ്കൾ റിങ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ ഒരാളെ എടുത്തു കഴിയുമ്പോഴായിരിക്കും അടുത്ത ആൾ റിങ് ചെയ്യുന്നത്. അത് കിട്ടിയ അതൊരു യാദൃശ്ചികതയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഓക്കെ സാറേ. ഇതിപ്പോ എന്താണെന്നറിയോ സാറേ, ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങള് മനുഷ്യന് അധികം പേർക്കും അധികം അധ്വാനിക്കാൻ വയ്യ, ഒന്നാമത്തെ കാര്യം. 2, ആർത്തി കൂടി. അപ്പൊ പെട്ടെന്ന് പണം ഉണ്ടാക്കണം. അതിന് ചില തന്ത്രവിദ്യകൾ പഠിച്ച ഏതെങ്കിലും ഇപ്പൊ നാട് മുഴുവൻ പൂജാരിമാരെ കൊണ്ട് സ്വാമിമാരെ കൊണ്ട് നിറഞ്ഞിരിക്കാൻ സാറേ. ഒരു കാര്യം നേരാണ്. ഇപ്പൊ നാട്ടിൽ മുഴുവൻ പണ്ടെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 8-10 വർഷമായിട്ടാണെന്ന് തോന്നുന്നു ഈ സ്വാമിമാരുടെ ഒക്കെ പടങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് അവരുടെ പടമൊക്കെ വെച്ചിട്ടാണ് മിക്കവാറും നാട്ടിൽ എവിടെ ചെന്നാലും കാണും, ഇന്ന ആൾ വരുന്നു, ഇന്ന ആൾ നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അതെ സാറേ, ഇതിപ്പോ എന്താണെന്നറിയോ സാറേ, ഞാനിവിടെ ഞാൻ താമസിക്കുന്ന ചുറ്റുവട്ടത്തിനെ കാണുന്നിട്ട് 8 മണിക്ക് പോകുന്നവനും മറ്റേ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നവരും ഒരു സുപ്രഭാതത്തിൽ സ്വാമിയാരായി. ഓരോ സ്വാമിമാരുടെ പണം വെച്ചിട്ട് പൂജ, ഒരു അമ്പലം, ഒരു പൂജ സ്വാമി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്വാനിക്കണ്ട, പെട്ടെന്ന് പണവും കിട്ടും. അതാണ് മെയിനായിട്ട്. അതാണ് മനുഷ്യന്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ പങ്ക് കാര്യമായി അവർ വഹിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ പോളാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പോൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ മലയാളി ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു എയുടെ സേവനം കയ്യിൽ സർവ്വസമയം മൊബൈൽ കൊണ്ടു നടക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മലയാളികളും. അവർ എയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നു. മറുഭാഗത്ത് അവർ ഈ ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെയൊക്കെ പോവുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഈ ധ്യാന കേന്ദ്രം, അമ്പലം. ആണുങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ ശ്രീ പോൾ, ആണുങ്ങളും അത്ര മോശക്കാരൊന്നും അല്ല. അവര് പറഞ്ഞാലാണ് തൊഴിലും കിട്ടാണ്ടാവുമ്പോ പെണ്ണുങ്ങൾ അതിന് പിന്നാലെ പോണത്. അല്ലാതെ ആണുങ്ങൾക്ക് ഇതിൽ വിശ്വാസം കുറവാണ്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാം പോകുന്നതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിങ് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പോവുള്ളൂ, അതെവിടെ നോക്കിയാലും.
പിന്നെ 1-ാം ക്ലാസ് തൊട്ട് നമുക്ക് ഇനിയിപ്പോ ഈ കുറ്റങ്ങളും ശിക്ഷ ഇതിനെ കുറിച്ച് പഠിപ്പിച്ചാൽ മതി സ്കൂളുകളിൽ. അപ്പൊ ഈ പ്രശ്നം മുഴുവൻ കഴിഞ്ഞു. ഇപ്പൊ ഗ്രൂപ്പും SFI പാർട്ടി ഇതൊക്കെ പറഞ്ഞേക്കാനും നല്ലത് ഇതിനെ കുറിച്ച് പഠിപ്പിക്കുക. അപ്പൊ ഈ പ്രശ്നം കഴിഞ്ഞു. 1-ാം ക്ലാസ് തമിഴ്നാട്ടിലൊക്കെ ഈ പാർട്ടി പോലും ഇല്ല സ്കൂളില്. പ്രാർത്ഥന, അവിടുത്തെ സ്കൂൾ ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പാർട്ടിയുടെ കാര്യങ്ങൾക്ക്. കേരളത്തിലെ സ്കൂളുകളിലൊന്നും ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ഇല്ലല്ലോ. അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനം ഒന്നും അനുവദിക്കുന്നില്ലല്ലോ. എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഇല്ല ശ്രീ പോൾ, അങ്ങനെ ഉള്ള അനുവദിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെ ആ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. എന്തായാലും അതിന്റെ നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ്, വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇപ്പോൾ അങ്ങനെ അങ്ങനെ കരുതുന്നില്ല. മാളയില് കേട്ടില്ല. മാളയിലും എല്ലാ കലാലയങ്ങളിലും കൊടിയാണ് ഏറ്റവും കൂടുതൽ വന്നത്. അല്ല, സ്കൂളുകളിൽ ഇപ്പോൾ പ്ലസ് ടു വരെയുള്ളിടത്ത് അവിടെ അതില്ല. കോളേജിലും ഒരുപാട് നിയന്ത്രണങ്ങൾ, കോളേജിൽ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, പഴയതുപോലെ അല്ല. ശ്രീ അശോകനാണ് ഇടുക്കിയിൽ നിന്നും ചേരുന്നത്. ശ്രീ അശോകൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളം ഇത്രയും വലിയ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ ഇപ്പോൾ ബോർഡൊക്കെ വെച്ച് ഈ കച്ചവടം ചെയ്യുന്ന ആ തരത്തിലേക്ക് മാറിയാലും ഒരു കുഴപ്പവുമില്ല, നാട്ടിലാരും ചോദിക്കാനില്ല എന്ന മട്ടിലൊക്കെ ഈ മന്ത്രവാദികളും മറ്റ് പൂജാരികളും മറ്റ് ഈ ജ്യോത്സ്യന്മാരും ഒക്കെ പെരുകയാണ്. അവരൊക്കെ പലരും ഇതിനെ തട്ടിപ്പിന് വേണ്ടിയുള്ള മാർഗമായി ഉപയോഗിക്കുന്നു. സാറേ, ഇത് ഈ ജാതിയും ഇതൊക്കെ ആരുണ്ടാക്കിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് നാളായിട്ട് പല പുസ്തകങ്ങളും നമ്മളിങ്ങനെ വായിച്ചു. ഈ ജാതി എവിടെ നിന്നുണ്ടായിരുന്നു? ഹലോ, താങ്കൾ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ അന്വേഷിക്കുന്നതാണ്. പല പുസ്തകം വായിച്ചു. ഈ ജാതികൾ എവിടെ നിന്നുണ്ടായി? ഈ മേൽജാതിയും കീഴ്ജാതിയും ഇതിൽ ഈ അന്ധവിശ്വാസം എങ്ങനെ കുത്തി നിറച്ചു? ഇതെല്ലാം ശ്രീ ശരത്ത് കാലാകാലങ്ങളായിട്ട് അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ആളുകൾ, ചിലർക്ക് അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ജാതിയുമെല്ലാം. അതിന് ചിലർ കുറച്ചു കാലം കഴിഞ്ഞ് പറയും അത് ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചാണ് എന്നൊക്കെ പറയും, ദൈവത്തിന്റെ പേര് പറയും. ചിലർക്ക് അധികാരം പിടിക്കാൻ വേണ്ടി എല്ലാ കാലത്തും ജാതിയുടെ പേര് പറയുകയും അല്ലെങ്കിൽ ഇവർ ഇന്ന ജാതിക്കാർ ഇന്ന ജോലി ചെയ്യണം, അവരങ്ങനെ തന്നെ ചെയ്തോട്ടെ എന്നൊക്കെ ചിന്തിച്ച് ചിലരുടെ ഇതിനു വേണ്ടി ചരിത്രത്തിലുണ്ടാക്കിയ ആളുകളാണ്. അതിനൊക്കെതിരെയാണ് നമ്മൾ വലിയ മുന്നേറ്റം നടത്തിയത്. അതെ അതെ, വയലിൽ പണിയെടുത്ത് തൊലി കറുത്ത് പോയവൻ അവൻ കീഴ്ജാതിയും. അല്ലാതെ ഓരോ അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് കുത്തിയിരുന്ന് വേല ചെയ്യുന്നവൻ മേൽജാതിയായി പോയി ഈ കാലഘട്ടത്തിൽ. ശരിക്കും കേരളം നവോത്ഥാനത്തിന്റെ പാതയിലല്ല. ശരി, ഓക്കെ. ശ്രീ അശോകനാണ് സംസാരിച്ചത്. ശ്രീ ശരത്താണ് ബാലരാമപുരത്തൊന്നും. നേരത്തെ ശരത്തിന്റെ പേര് തെറ്റായി, അശോകന് വിളിച്ചാൽ ക്ഷമിക്കണം. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിലെ സമൂഹത്തിലേക്ക് ഈ അന്ധവിശ്വാസത്തിന്റെ അളവ് വല്ലാതെ കൂടുകയാണോ? ഈ കുറ്റകൃത്യങ്ങളുടെ പിന്നിൽ പോലും ഇത്തരം ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും ഒക്കെ പ്രേരണ ഉണ്ട് എന്നത് വിവരങ്ങൾ കൂടി വരുന്നു. കാലക്രമേണ എല്ലാ കാര്യങ്ങളും മാറണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നേരത്തെ പണ്ട് സതി എന്നൊരു നിയമം ഉണ്ടായിരുന്നു, കാലക്രമേണ അത് മാറി. അതേപോലെ തന്നെ ഈ സ്വർണവും പണവും ഒക്കെ മന്ത്രവാദത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ക്ഷേത്രങ്ങളിൽ പോയി പൂജിക്കണമെന്നാരും പറയും, അതിൽ ആർക്കും എതിർപ്പില്ല. പക്ഷെ ഈ ആവശ്യമായിട്ടുള്ള മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇവരെല്ലാം ഈ വിശ്വാസം മുതലെടുത്താണ് ശ്രീ ശരത്ത് ചെയ്യുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രവാദി ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ അയാളുടെ ആരെങ്കിലും നാട്ടിലെ ആളുകൾ പോയി തടയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധം ഉയർത്തുകയോ ചെയ്താൽ ആ മതക്കാർ വരും. ഇനി ക്രിസ്ത്യാനി ആണെങ്കിൽ ആ മതക്കാർ വരും, മുസ്ലിം ആണെങ്കിൽ ആ മതക്കാർ വരും. ഇപ്പോൾ ഇവർക്കൊക്കെ അത്തരം സംരക്ഷണം ലഭിക്കുന്നു. ഇപ്പോൾ അതിനൊക്കെ ചില തരത്തിലുള്ള സംരക്ഷണം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഈ നാരങ്ങ പ്രയോഗം അല്ലെങ്കിൽ മുട്ടപ്രയോഗം എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന പോലെ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ഒരു ഇതാണ്, ചിന്തയാണ്. മനുഷ്യർക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ മനുഷ്യന്മാര് വിചാരിച്ച എല്ലാ കാര്യവും മാറ്റാൻ പറ്റും. മനുഷ്യന്മാര് തന്നെ വിചാരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീമതി ത്രേസ്യാമയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീമതി ത്രേസ്യാമ, ആലപ്പുഴയിൽ എവിടെയാണ്? ഞാൻ കലൂരാണ്. കലൂരാണ്, ഓക്കെ. അപ്പോൾ ഈ എങ്ങനെയാണ് ഇപ്പോൾ ഈ താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുകയാണോ അതോ തിരിച്ചാണോ അന്ധവിശ്വാസികളുടെ എണ്ണം കുറയുകയാണോ ഉണ്ടായത്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയാനെ കൊണ്ട് ഇപ്പൊ ഒരു മന്ത്രവാദിയുടെ അടുത്ത് ചെന്നാലും പ്രശ്നക്കാരന്റെ അടുത്ത് ചെന്നാലും അമ്പലത്തിൽ ചെന്നാലും എവിടെ ചെന്നാലും ഈ വീട്ടിലുള്ളവർ ദോഷക്കാരാണ്, അല്ലെ അയൽക്കാർ ദോഷക്കാരാണ്, മറ്റുള്ളവർ ദോഷക്കാരാണെന്ന് പറയാം. അല്ല, ഇവരുടെ കുറ്റം എന്താണെന്ന് ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങളുടെ കുറ്റങ്ങളോ പാവങ്ങളോ കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിന് നാശം വരുന്നെന്നുള്ള ബോധം വരുത്തി കൊടുക്കാതെ കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പണത്തിന് വേണ്ടി ഇതേ കണക്കുള്ള പ്രവൃത്തികളാണ് ആളുകളെ കൊണ്ട്. ഇപ്പൊ ഈ മന്ത്രവാദിയുടെ അടുത്ത് ചെല്ലുമ്പം ഞാനൊരു കുഴപ്പമായിട്ട് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടാണ് നിങ്ങൾക്ക് ഗതി പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുവോ? അതല്ല, നിങ്ങൾ നല്ല ആളാണ്, നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആള് ചില ഗൂഢോത്രങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും വിശ്വാസിയാവല്ലോ. അതുകൊണ്ട് അവർ അത്തരം കാര്യങ്ങളല്ലേ പറയൂ. അത് പറഞ്ഞതിന്റെ ഫലങ്ങൾ ഇപ്പം ഈ പറയുന്ന മന്ത്രവാദികൾ ഉൾപ്പെടെ അകത്ത് പോകേണ്ടി വരുന്നില്ലേ?
നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് പോകുന്നെങ്കിൽ എന്തുകൊണ്ടും നല്ല കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാനൊരു മക്കളെ സമീപിച്ചെങ്കിൽ എനിക്ക് ഇന്നതാണ് എന്റെ വീട്ടിലുള്ള ഒരു പ്രശ്നമാണ്, അല്ലെ അയൽക്കാർ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അവരെനിക്ക് പറഞ്ഞു തരണം, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏത് തരമാണല്ലേ, നിങ്ങളുടെ കയ്യിൽ എന്ത് തെറ്റുണ്ട്, നിങ്ങളുടെ കുറ്റം കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചെന്നുള്ള ബോധം വരുത്തുമ്പോൾ എനിക്ക് ബോധം ഉണ്ടാവും. ശരിയായിരിക്കും, ഞാൻ ചെയ്ത കുറ്റമായിരിക്കും എന്റെ വീട്ടിലുള്ളവർക്ക് നാശം, അല്ലെ അയൽക്കാർക്ക് നാശം എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രവർത്തിക്ക് പോകത്തില്ല. ഇത് പണത്തിന് വേണ്ടിയിട്ടുള്ള താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഒരാളുടെ അടുത്ത് അങ്ങനെ ഒരാളെ സമീപിക്കുന്ന ആൾ അറിയുന്നില്ലല്ലോ ഇവർ നമ്മളെ ചൂഷണം ചെയ്യുകയാണെന്ന്. നമ്മളൊരു പ്രതീക്ഷയോടുകൂടിയാണ് പലരും, മഹാഭൂരിപക്ഷം പേരും അങ്ങനെയാണ് പോകുന്നത്. ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയാലും ഇത് മൊത്തം ശരി, അവർ നമ്മുടെ ജീവിതത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരും എന്നൊരു പ്രതീക്ഷയാണ് ഈ പോകുന്ന ആളിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ്, ആ പ്രതീക്ഷയാണ് മറ്റവർ ചൂഷണം ചെയ്യുന്നതും. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹരികുമാർ പറഞ്ഞ നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പ്രതിപാദിച്ചിരുന്ന ആ മുൻ വൈരാഗ്യത്തിനപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ പുറത്തുവന്നതാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധുവും അമ്മാവൻ ഹരികുമാറും തലമുണ്ടനം ചെയ്തതെന്നും ഈ ആത്മീയാചാര്യൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ആത്മീയാചാര്യൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച സൂചനകൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഇത്ര അധികം ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത കുടുംബത്തിന് വരാനിടയായ പശ്ചാത്തല ശ്രീ ജോസഫാണ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കേരളത്തിൽ പല കുറ്റകൃത്യങ്ങളുടെ പിന്നിലും ഈ ജ്യോത്സ്യന്മാരുടെ മന്ത്രവാദികളുടെ ഒക്കെ പ്രേരണ കൂടി, നിങ്ങൾക്ക് ദുഃഖമുണ്ടാവുന്നത്, നിങ്ങൾക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവാത്തതിന് കാരണം മറ്റു ചിലരാണ് എന്നൊക്കെ പറഞ്ഞു കൊള്ളുകയും അതിനനുസരിച്ച് പൂജകളൊക്കെ ചെയ്യിക്കുകയും അത്തരം അന്ധവിശ്വാസികളുടെ അന്ധവിശ്വാസം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ലീഡിംഗ് ന്യൂസ് പേപ്പറുകളിലൊക്കെ ഈ നിങ്ങൾക്ക് ചരട് കെട്ടിത്തന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും, അങ്ങനെ പല പത്രങ്ങൾ വലിയ വലിയ താങ്കളും വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു അഡ്വർടൈസ്മെന്റ് വലിയ കോളം തന്നെയുണ്ട്. അതൊക്കെ കണ്ടതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സോപ്പ് തേച്ചാൽ മുഖം വെളുക്കും, അല്ലെങ്കിൽ ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്നൊക്കെ പറയുമ്പോൾ അത് അത്തരം കാര്യങ്ങളെ പരസ്യത്തിന്റെ ഗൗരവത്തിൽ കാണാനും വാർത്തയുടെ ഗൗരവത്തിൽ കാണാനും ഒക്കെ അറിയുന്നവരല്ലേ മലയാളികൾ. അതൊന്നും കൊണ്ടല്ലല്ലോ ഇപ്പോൾ അങ്ങനെ. നേരത്തെ മുൻകാലങ്ങൾ അത് പരസ്യങ്ങൾ വ്യാപകമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അത്രയും വ്യാപകമായി ഇത്തരം പരസ്യങ്ങൾ ഇല്ലതാനും. പക്ഷെ അപ്പോഴും അന്ധവിശ്വാസം കുറയുന്നൊന്നുമില്ല. പരസ്യവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം ഇത്രയും വലിയ വലിയ ലീഡിംഗ് പത്രങ്ങള് ഇത് പരസ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരസ്യം ചെയ്യുന്ന ആളുകളുടെ അടുക്കലേക്ക് ഇവർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പണം കൊടുത്ത് വീണ്ടും വീണ്ടും പരസ്യം ചെയ്യുന്നത്. ഇതൊരു നിയമം കൊണ്ട് ഈ മന്ത്രവാദത്തെ ഗവൺമെന്റ് ബാൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇത്തരം പ്രൊഫഷണലുകളിൽ ഇടപെടുന്ന ആളുകൾക്കെല്ലാം ഒരു ലൈസൻസിങ് സംവിധാനം. നിങ്ങൾ എന്തെങ്കിലും ഈ മന്ത്രവാദം ചെയ്തതിന് എന്ത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ മന്ത്രവാദം നടത്തുന്നത്, അതിന് ലൈസൻസ് വാങ്ങിക്കുക. അതോടൊപ്പം തന്നെ ഈ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനം അബ്സൊല്യൂട്ട്ലി പരാജയമാണ് കേരളത്തില്. അത് ഇങ്ങനെയുള്ള സംവിധാനം ഇതങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് ആണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇന്നടത്തൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു, അവരോട് ഇങ്ങനെ ഉള്ള ആഭിചാരക്രിയകളൊക്കെ ചെയ്തിരുന്നു, അതിന്റെ പരിണിത ഒരു കുഞ്ഞിനെ ബലി കൊടുക്കുന്നു. ഇപ്പൊ നമ്മുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു SP പോലീസുകാരനുണ്ട്. അയാളുടെ ചുമതല ആ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് വലിയൊരു ഇന്റലിജൻസ് വീഴ്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കോട്ടയത്ത് നിന്നും ചേരുന്നത്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ ഈ മന്ത്രവാദികളുടെയും ഇത്തരം ആളുകളൊക്കെ അവരുടെ തട്ടിപ്പിന് മുന്നിൽ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണോ? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഇതിന്റെ ഒരു നിശ്ചല തീരുമാനം എന്ന് പറയുന്നത് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല.
പൈസയ്ക്ക് വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ഏത് വേഷവും കെട്ടാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യനെ ഒരു അടുത്ത് താമസിക്കുന്ന ഒരാള് ആ ആൾക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് അയാളുടെ കുഴപ്പമാണ്, അത് ആ കുഴപ്പം എന്റെയും കൂടെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാതെ വേറൊരാൾ പറയുന്നത് കേട്ട് ഇതുപോലുള്ള ഈ മന്ത്രവാദി, അത് ജാതി മതഭേദമന്യേ ഹിന്ദു ആണേലും ക്രിസ്ത്യൻ ആണേലും മുസ്ലിം ആണേലും അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഗൂഢശക്തികളെ കേരള സമൂഹം ഒന്നായിട്ട് പുറന്തള്ളണം എന്നുള്ള ഒരു ശരി, താങ്കളുടെ അഭിപ്രായം വളരെ ശക്തമാണ്. ശ്രീരാജനാണ് തമിഴ്നാട്ടിൽ നിന്നും. ശ്രീരാജൻ, താങ്കൾ തമിഴ്നാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ അനൂപാണ് എറണാകുളത്ത് നിന്നും. ശ്രീ അനൂപ്, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ശ്രീ അനൂപ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. അന്ധവിശ്വാസത്തെ പറ്റിയാണല്ലോ ഇപ്പൊ പറയുന്നത്. കേട്ടില്ല. അന്ധവിശ്വാസത്തെ പറ്റിയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യണേ. ഇതിൽ അന്ധവിശ്വാസം വിശ്വാസം, ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിര് എന്താണെന്നാണ് ആൾക്കാർക്ക് ആർക്കും മനസ്സിലാകാത്തത്. വിശ്വാസം എവിടെ ആവാം, അതിനപ്പുറത്തേക്ക് എന്താണ് അന്ധവിശ്വാസം എന്നുള്ളതാണ് ഈ പ്രശ്നം. ഇപ്പോ ഈ വിശ്വാസം കൊണ്ട് നടക്കുന്നവരെ തന്നെയാണ് അന്ധമായി വിശ്വസിപ്പിച്ചുകൊണ്ട് ഓരോ തെറ്റുകളിലേക്ക് നയിക്കുന്നത്. അതെ, അതൊക്കെ നമുക്ക് ഇത്തരം ഒരു വേദിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയങ്ങളൊന്നും അല്ല. ഇതിനകത്ത് സ്വാഭാവികമായും ഇതിന്റെ അതിർവരമ്പുകളൊക്കെ നേർത്തതോ അല്ലെങ്കിൽ പരസ്പരം ഇടകലർന്നതോ ഒക്കെയാണ് പലപ്പോഴും എല്ലാ വിശ്വാസങ്ങളുടെ ശാസ്ത്രീയത പരിശോധിച്ചാൽ അതിലെല്ലാം അന്ധവിശ്വാസത്തിന്റെ അംശങ്ങൾ അതിലെല്ലാം ഉണ്ട്. അതെ, ഈശ്വര വിശ്വാസം പോലും ഒരു പരിധി വരെ നമുക്ക് അന്ധമായിട്ട് ഉള്ള വിശ്വാസമായിട്ട് തന്നെ നമ്മുടെ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ പൊതുജനാരോഗ്യത്തിനോ അല്ലെങ്കിൽ പൊതുധാർമ്മികതയ്ക്കോ അല്ലെങ്കിൽ പൊതു ജീവിതത്തിനോ തടസ്സമാവാത്ത രീതിയിൽ ആളുകൾക്ക് ഏതെങ്കിലും വിശ്വാസം പിന്തുടരുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചരിക്കുന്നതിലോ ഒന്നും നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്നതാവും നല്ലത്. ഞാൻ പറഞ്ഞത് ഈ അതിർവരമ്പ് എവിടെ വരെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് ഈ പ്രശ്നം. ഇത് ചർച്ചകൾ കൊണ്ടോ നിയമങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് മാറ്റാനും പറ്റില്ല. ശരിയാണ്, അത് കൂടുതൽ ബോധവൽക്കരണം തന്നെയാണ് വേണ്ടത്. സ്വയം ബോധിതരാവാ എന്നുള്ളത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നിയമം നിയമം ഉണ്ടാക്കാതിരിക്കുന്നത് അത്ര നന്നാവുമെന്ന് തോന്നുന്നില്ല. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അന്ധവിശ്വാസികളുടെ എണ്ണം കേരളത്തിൽ പെരുകുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ ഏത്തിസ്റ്റാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയും പാകിസ്ഥാനിന്റെ ഇത്ര ബുദ്ധിമുട്ട് യുദ്ധം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല കൂടോത്രം ചെയ്തിട്ട് പാകിസ്ഥാനിൽ ഒളിപ്പിച്ചാൽ പോരെ. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെയാണെങ്കിൽ വേറെ സംതിങ് എൽസ് എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്റെ സുഹൃത്തുണ്ട്, അദ്ദേഹം ഏത്തിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാനിടേ എന്നോടൊന്ന് പറഞ്ഞു വേറെ സംതിങ് എൽസ് എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം പറയാം, എന്റെ വല്യപ്പച്ചന്റെ മകൻ SPT ലായിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തക SPT ഉണ്ടായിരുന്നു. അവര് നമ്മുടെ അന്തിക്കാട് ഭാഗത്തുള്ളൊരു അവണങ്കാട് കളരിയിലെ ഒരു സ്ത്രീയായിരുന്നു. എന്റെ ഈ സഹോദരൻ, എന്റെ ഈ ജ്യേഷ്ഠപുത്രൻ വല്യപ്പച്ചന്റെ മകനെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പൊ അവര് പറയും ഇവിടെ വരൂ ആൻഡോ, നിങ്ങൾ ഇത് നോക്കുന്നൊക്കെ പറയും. അപ്പൊ ഇയാൾ ചെയ്യില്ല. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ തന്നെ വന്ന് എന്റെ വല്യപ്പച്ചനെ വന്നിട്ട് ചോദിക്കാനേ, ആൻഡോ നല്ല സൈക്കാട്രിസ്റ്റ് എവിടെയുള്ളത്. ഇവർക്ക് സ്വന്തം കാര്യത്തിന് ഒരു രക്ഷയില്ല. പിന്നെ ഇതിൽ കമ്മ്യൂണിസ്റ്റ് ചാത്തന്മാരും ഉണ്ട്, കോൺഗ്രസ് ചാത്തന്മാരും ഉണ്ട്. ഒരു കോൺഗ്രസ് അനുഭാവിയായുള്ള ആളാണെങ്കിൽ കോൺഗ്രസ്സുകാരൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ചാത്ത സഹകാരൻ്റെ അടുത്തേക്ക് വിടും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എവിടെ സഹകാരൻ നിങ്ങൾ ഇങ്ങോട്ട് വിടും. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ ഈ കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ജ്യോത്സ്യന്മാരുടെയും മറ്റേ ഈ മന്ത്രവാദികളുടെയും ഒക്കെ കാര്യത്തിൽ. ശ്രീ കൃഷ്ണൻ നായരാണ് കരിക്കാത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണൻ നായർ, താങ്കളുടെ വീടുമായി ചേർന്നുള്ള അല്ലെങ്കിൽ താങ്കളുടെ സ്ഥലത്ത് തന്നെയുള്ള ജ്യോത്സ്യനും മന്ത്രവാദിയൊക്കെ ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ കേസ് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ അറിയുന്ന ആളാണോ? ശ്രീ കൃഷ്ണൻ നായർ, അദ്ദേഹം ഒരു നല്ല അധ്യാപകനായിരുന്നു, മലയാളം പഠിപ്പിച്ചിരുന്നത്. പിൽക്കാലത്ത് ഈ പത്രത്തിൽ സാറിന്റെ ന്യൂസിൽ കണ്ടപ്പോഴാണ് അദ്ദേഹം ഒരു മന്ത്രവാദിയാണെന്നുള്ളത് അറിയുന്നത്. പണ്ട് മന്ത്രങ്ങൾക്കൊക്കെ എതിരായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എങ്ങനെ ഈ ഒരു മന്ത്രവാദി ആയെന്നുള്ളത് കരിക്കകത്ത് കുറേയേറെ വർഷങ്ങളായി പരസ്യമൊക്കെ കൊടുത്ത് ഈ മന്ത്രവാദവും ഈ ജ്യോത്സ്യവും ഒക്കെ നടത്തുന്ന ആളല്ലേ ഇദ്ദേഹം? സാർ, ഇത്രയും വലിയ പരസ്യം അദ്ദേഹത്തിനില്ലായിരുന്നു. കരിക്കകത്തുള്ള ആളുകൾ ആരും ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. കരിക്കകത്ത് അറിയപ്പെടുന്നത് കരിക്കൻ ക്ഷേത്രമാണ് സാർ. അവിടെയാണ് എല്ലാവരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദം അവിടെ ഉള്ളതായിട്ട് ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ പോയിട്ടില്ല. അല്ല, ഇനി ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നറിയില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഉള്ള അറിവാണ്. അതെ അതെ, ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് സാർ ഞങ്ങൾക്ക് ഇതൊരു അതിശയമായിട്ട് തോന്നുന്നത്. നേരത്തെ അറിയുന്ന ആളാണോ അദ്ദേഹം?
അടുത്തറിയുന്ന എൻ്റെ ഒരു അധ്യാപകനായിരുന്നു. എന്നെ 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് മലയാളം പഠിപ്പിച്ചിരുന്ന എൻ്റെ ഒരു അധ്യാപകനാണ്. എന്നെന്നല്ല ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതെ 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 ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നു. ഇപ്പോഴാണ് ഈ പത്രത്തിൽ കൂടെ ഈ ന്യൂസിൽ കൂടെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളാണോ എന്നുള്ളത് തോന്നുന്നത്. കാരണം കരിക്കം വാസികൾ ആരും ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു മന്ത്രത്തിനും പോയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാം. ശരി, ഓക്കെ. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറെ പൂജയുടെ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നു. ഇനി കരിക്കം ഭാഗത്തുള്ളവരാണോ പോകുന്നത്, മറ്റുള്ളവരാണോ വരുന്നത് എന്നൊന്നും അറിയില്ല. സാധാരണ ഇതിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഈ മന്ത്രവാദികളുടെ അടുത്തൊക്കെ അടുത്തറിയുന്നവരല്ല, ദൂരെ നിന്നുള്ളവരാണ് ഇങ്ങനെ കേട്ട് ഏറ്റവും ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി മന്ത്രവാദികളുടെ അടുത്ത് പോകുന്നൊരു ശീലം തന്നെയുണ്ട്. ശ്രീ ദിലീപ് നായരാണ് കിളിമാനൂരിൽ നിന്നും. ശ്രീ ദിലീപ് നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അന്ധവിശ്വാസികളുടെ എണ്ണം കൂടുകയാണോ, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനൊക്കെ സംരക്ഷണം ഒരുക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നുണ്ടോ? ശ്രീ ദിലീപ്, കേൾക്കാമോ? പറഞ്ഞോളൂ. ശ്രീ ദിലീപ്, താങ്കൾ TV ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് താങ്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാത്തത്. പറഞ്ഞോളൂ. ഈ അന്ധവിശ്വാസം നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറവല്ലയോ? ഇപ്പൊ പത്രങ്ങളിലും TV-യിലും മൊബൈലിലെല്ലാം അന്ധവിശ്വാസത്തെ പറ്റി പറയുകയും അത് കുറെയൊക്കെ വിശ്വാസം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റിയെല്ലാം പറയുകയാണെങ്കിൽ അത് ഭയങ്കര കുഴപ്പങ്ങളല്ലേ. പിന്നെ ശരി, ശ്രീ ജയകുമാർ കൂടി ചേർന്നുണ്ടോ തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിൽ ഇങ്ങനെ അന്ധവിശ്വാസികൾക്ക് അനുകൂലമായ, അല്ലെങ്കിൽ ഇത്തരം മന്ത്രവാദികൾക്കും ഈ തരത്തിലേക്കൊക്കെ ഇതിനെ ഉപയോഗിക്കുന്ന ജ്യോത്സ്യന്മാർക്കും ഒക്കെ അനുകൂലമായ ഒരു അന്തരീക്ഷം കൂടി ഒരുങ്ങുന്നുണ്ടോ? നമസ്കാരം. നമസ്കാരം. എന്തിന് ഏതിനും കൂടോത്രം, അൻവറിന്റെ പറയാൻ കൂടോത്രത്തിൽ പോകുന്ന ആൾക്കാരൂടെ ഉണ്ട്. എനിക്കും ആ പിണറായിയുടെ പറയാ പോയി കേരളത്തെ ഒന്ന് രക്ഷിച്ചാൽ കൊള്ളാന്നുള്ള ഒരു കൂടോത്രക്കാരനെ കിട്ടിയെങ്കിൽ എനിക്ക് ഈ കേരളത്തെ ഒന്ന് രക്ഷിച്ചെടുക്കണമെന്നൊരു താല്പര്യമുണ്ട് സാറേ. അതിന് താങ്കൾ കാണുന്ന വഴി കൂടോത്രമാണോ? അതാണ് നല്ലതെന്ന് തോന്നുന്നത്. കാരണം ഈ കലിയുഗത്തിൽ ഇതേ നടക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരിക്കൽ പോയി കണ്ടപ്പോൾ പറഞ്ഞ് കലിയുഗത്തിന്റെ പോക്കാണ്, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും കാശ് പോയ കുറെ കാശ് പോയി സാറേ. ഈ 200-300 പോരാ. അയാളെ 25,000 ഒക്കെയാണ് ചോദിച്ചത്. അയാൾക്ക് എന്തായാലും നേട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ പതിയെ വലിച്ചു. കാരണം അപ്പൊ അങ്ങനെ തന്നെ പറയണോ, എന്തൊക്കെ ചെയ്താലും കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോകുന്നു പറഞ്ഞു. വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും വലിച്ചു സാറേ. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഇങ്ങനെയൊക്കെ ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കൂടോത്രത്തിന് പോകുന്നൊക്കെ പറയുന്നത് കൊള്ളാം. എന്തായാലും തമാശയായി പറഞ്ഞാണെന്ന് കരുതുന്നു. എന്തായാലും ശ്രീ സത്യഭാമയാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി സത്യഭാമ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്ത് താങ്കളുടെ ചെറുപ്പകാലത്തുണ്ടായതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ അന്ധവിശ്വാസത്തിലേക്ക് വരുന്നതായി തോന്നുന്നുണ്ടോ, അതോ കുറെ കൂടി ആളുകൾ അതിൽ നിന്നൊക്കെ മാറി നടക്കുന്നതായിട്ടാണോ തോന്നുന്നത്? പുതിയ കാലഘട്ടത്തില് പുതിയതായിട്ടുള്ള ആൾക്കാരാണ്. ആളെ കൊല്ലാനും മറ്റുള്ളതിനാണ്. പഴയ കാലഘട്ടത്തിൽ ആരും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, സ്വന്തം കാര്യത്തിന് ആരൊക്കെ എവിടെയൊക്കെ പോകുന്നതേ അറിയുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇതൊരു ബിസിനസ് ആയിട്ടല്ലേ ആൾക്കാർ കണക്കാക്കുന്നത്. പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ മറ്റുള്ളവരെ കടക്കടത്തിലാക്കാം. അതല്ല ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അവര് ഈ കുഞ്ഞിനെ കൊന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇനി നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ഒന്ന് നമുക്കിതുപോലെ ഉണ്ടായല്ലോ, ഒരു മന്ത്രവാദോടൊന്നും മറ്റേ ലോട്ടറിക്കാരിനെ കൊന്നിട്ട് അങ്ങനെ കുഴിച്ചിടലും എടുക്കലും ഒക്കെ ഉണ്ടായി. എന്നിട്ട് വീണ്ടും വീണ്ടും കേരളത്തിൽ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ശിക്ഷാ നടപടികൾ ഇവിടെ തികച്ചും ഇല്ലാത്തത് കൊണ്ടാണ്. പേടിയില്ല, അതുകൊണ്ടാണ്. ആർക്കും ഒന്നിനും ഒരു പേടിയില്ല. എന്തൊക്കെയാ ഇവിടെ നടത്തണമെന്ന് പേടിയില്ല. ദൈവങ്ങളെ വിറ്റ് കാശാക്കുകയാണ്, അതിനും ഒരു പേടിയില്ല. ഏത് ദൈവത്തിന്റെ അടുത്താണ് നമ്മൾ പോവുക, അതും നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഹരികുമാർ പറഞ്ഞ നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പ്രതിപാദിച്ചിരുന്ന ആ മുൻ വൈരാഗ്യത്തിനപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധവും അമ്മാവൻ ഹരികുമാറും തലമുണ്ടനം ചെയ്തതെന്നും ഈ ആത്മീയാചാര്യൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ആത്മീയാചാര്യൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക.
കേരളത്തിൽ അന്ധവിശ്വാസികളുടെ എണ്ണം കൂടുകയാണോ, മന്ത്രവാദികളുടെ പിടിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുകയാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്തിടെ നടന്ന കേരളത്തെ ഞെട്ടിച്ച 2 കൊലപാതകങ്ങൾ, ഒന്ന് നെന്മാറ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ പ്രതിയെ അതിലേക്ക് നയിക്കാൻ പ്രേരണയായ ഒരു ഘടകം അയൽ വീട്ടിലുള്ള നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് താങ്കളുടെ ജീവിതം നശിക്കാനുള്ള കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞതും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചതും ഒരു ഘടകം ജ്യോത്സ്യൻ്റെ അല്ലെങ്കിൽ മന്ത്രവാദിയുടെ ചില നിർദ്ദേശങ്ങളാണ് എന്നതുകൂടി സംശയത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ശ്രീ MP മണി കൂടി ചേരുന്നുണ്ട് ഷൊർണൂരിൽ നിന്നാണ്. ശ്രീ MP മണി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശാസ്ത്രീയ ചിന്ത മനുഷ്യരിൽ കുറയുകയും വിദ്യാഭ്യാസമുള്ളവരിലടക്കം അശാസ്ത്രീയത അല്ലെങ്കിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിനെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? അത് ശാസ്ത്രബോധത്തിന്റെ അഭാവമാണിത്. നമ്മുടെ നാട്ടിൽ നിയമത്തിന്റെ അഭാവം വേറെ. ഈ പാലിൽ ശുദ്ധമായ പച്ചവെള്ളം ചേർത്ത് വിറ്റാൽ നടപടിയെടുക്കാനുള്ള നിയമമുണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ നാസ ഈ പുതിയ സൗരയൂഥങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് ഇവിടെ ഇത്രയും ഈ കബഡി നിരത്തിയിട്ട് ഭാവി പ്രവചനവും ഹോമം നടത്തിയിട്ട് പരിഹാരക്രിയകളും നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊരു PhD-കാരൻ, ചിലപ്പോൾ PhD-കാരന്റെ കല്യാണത്തിന് ഈ പെണ്ണിന് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് 10ാം ക്ലാസ് പാസ്സാവാത്ത ജ്യോത്സ്യന്മാരാണ്. നോക്കൂ എന്തുമാത്രം ശാപമാണെന്ന്. ഈ ഒരു 10ാം ക്ലാസ് പോലും പാസ്സാകാത്തതിന്റെ മുമ്പിൽ ഭക്തിയാദരപൂർവ്വം ഈ അത്യുന്നത വിദ്യാഭ്യാസമുള്ളവർ പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ശാസ്ത്രബോധം വേണ്ടത്ര ഇല്ല എന്നുള്ളത് ഒറ്റ കാര്യമാണ് ഇതിന്റെ കാരണം. കാരണം ഇവരറിയില്ല ശരി ഏതാണ് തെറ്റാണെന്നും. നമ്മൾ ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് പോലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊരു ബോധമില്ല, കാഴ്ചപ്പാടില്ല. അതിന് കാരണം ആത്മീയതയായാലും ശാസ്ത്രമായാലും അതിൻ്റെതായ വഴിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. ശരിയാണ്, PhD-കാരായ 2 പേർ വിവാഹം കഴിക്കാൻ നേരം നോക്കാൻ 10ാം ക്ലാസ് പാസ്സാവാത്ത ജ്യോത്സ്യന്റെ മുന്നിൽ പോയിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇത്തരം വിശ്വാസമുള്ളവർ ആലോചിക്കാറില്ല. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എന്റെ സുഹൃത്ത് ജോസേട്ടനുണ്ട്, അദ്ദേഹത്തിന് നമസ്കാരം. കൽപ്പറ്റ കച്ചവടം ചെയ്യുന്ന. ഓക്കെ, പിന്നെ എന്റെ അഭിപ്രായത്തില് ഞാൻ ചെറുപ്പകാലത്തൊക്കെ മാനന്തവാടി ടൗണിൽ കൂടെ പോകുമ്പോ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, കൈ അടയാളം വെച്ചിട്ട്, കൈ നോക്കാൻ വേണ്ടി. സുഹൃത്തെ വാന്ന് പറയും. ഞാനൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പൊ പറയൂ നിങ്ങൾ ഇത് തെളിയുന്ന ഭാഗ്യം തെളിയാൻ പോവാണ്, അതുകൊണ്ട് ഇത്ര പൈസ വെക്കും. അപ്പൊ വെക്കും 10, 100 എല്ലാം വെച്ച് ഒറ്റ പൈസ ഇല്ല, തിരിച്ചു പോരും. അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് 10, 30 വയസ്സായി, എനിക്കിപ്പോ 63 വയസ്സായി. പിന്നെ ഇപ്പോഴത്തെ ജ്യോതിഷം നിങ്ങൾക്കറിയോ? ഈ കുട്ടികൾക്ക് ഗ്രഹണി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വീണ് ഉരുളുക എന്നൊക്കെ, തലയിട്ട് അടിക്കുക. ആ സമയത്തൊക്കെ പല ആൾക്കാർ നൂല് കെട്ടും കഴുത്തില്. നമ്മുടെ നാട്ടിലുണ്ട് ഒരു നമ്പ്യാര്, ഗ്രഹണ നമ്പ്യാർ എന്നറിയാം. അദ്ദേഹം കേൾക്കുന്നുണ്ട് സാർ? കേൾക്കുന്നുണ്ട്. ഗ്രഹണ നമ്പ്യാർ എന്ന് പറഞ്ഞ നൂല് കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം തുടരുന്നുണ്ട് പല ഭാഗത്തും. പിന്നെ ഇപ്പോ ഈ ജ്യോതിഷം നമുക്ക് KPCC പ്രസിഡന്റ് അറിയാമോ? പിന്നെ മുമ്പ് അവിടെ എന്താ ഇതില്ല, നമ്മുടെ ചാനൽ തന്നെയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്, അതിന്റെ ദൃശ്യങ്ങളടക്കം വന്ന് പുറത്തു കൊണ്ടുവന്നത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് ഏതായാലും ഇത്തരം കാര്യങ്ങളായിട്ട് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം ഇതിലൊക്കെ അന്ധവിശ്വാസത്തിൽ പലരുണ്ട്, നല്ലതുണ്ട്, ചീത്തയും തിരിച്ചറിയണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സമന്വയ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമന്റ് ചെയ്യുന്നു, അന്ധവിശ്വാസം കാർന്നിരുന്ന ഈ സമകാലീനത്തിൽ സകലമാന കൊലപാതകങ്ങളുടെ പിന്നിലും ഓരോ ജ്യോത്സ്യന്മാരുടെ ധനമോഹ പ്രവചനം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ജയ് മല്ലൂസ്, ജയ് മണ്ടൂസ് എന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, ഇറ്റാലിയൻ വംശജ രാഷ്ട്രപതി അപമാനിച്ചു, നാളെ ചർച്ച ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ ഈ വിഷയമാണ് എന്തായാലും ഇന്ന് ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യം നമുക്ക് നാളെ എന്തായാലും ആലോചിക്കാം. ഗ്ലാഡിയേറ്റർ ഇനിയെങ്കിലും സ്വന്തം പേരിൽ വരാനുള്ള ഒരു സാമാന്യ മാന്യതയെങ്കിലും കാണിക്കൂ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മിനി സാജൻ പറയുന്നു, ജീസസ് ഈസ് വൺ ആൻഡ് ഓൺലി ഗോഡ് എന്ന് പറയുന്നു. അതങ്ങനെ മിനി സാജന് വിശ്വസിക്കാം, മറ്റുള്ളവർക്ക് അതിലും വിശ്വസിക്കാം. കാർത്തിക് ക്രിയേറ്റീവ് കോർണർ പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ആണെന്ന്. ദൈവവിശ്വാസവും അന്ധവിശ്വാസവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്, രണ്ടും മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയാണ് എന്ന് VC തോമസ് പറയുന്നുണ്ട്. കാർത്തിക് ക്രിയേറ്റീവ് കോർണർ, എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ചിന്തയാണ് മനുഷ്യന്.
സ്പോർട്സ് ഗുരു പറയുന്നു, കിരൺജി ഇപ്പോഴും ഇങ്ങനെ ഇതിലും വലിയ ജനകീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്തിനാണ് ഈ വിഷയം, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയുന്നത്. ശ്രീ സ്പോർട്സ് ഗുരു, അതോടൊപ്പം തന്നെ ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കേരളത്തിൽ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഈ തരത്തിലേക്കൊക്കെ മന്ത്രവാദത്തിന് പിന്നാലെ പോവുകയും എനിക്ക് കൂടുതൽ പണം കിട്ടാത്തത്, എനിക്ക് ഐശ്വര്യം വരാത്തത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കാത്തത്, എനിക്ക് ഏതെങ്കിലും ജോലി കിട്ടാത്തതോ, വീട് വാങ്ങിക്കാൻ കഴിയാത്തതോ, കാറ് വാങ്ങിക്കാൻ കഴിയാത്തതോ, പൂജ ചെയ്താൽ ഇതിനൊക്കെ കഴിയുമെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരിൽ വിദ്യാഭ്യാസമുള്ളവർ കൂടി ഉണ്ട്. അവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് കേരളം ജാഗ്രതയോടുകൂടി കാണേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊലപാതകങ്ങൾക്ക് പിന്നിൽ പോലും ഇത്തരം പ്രവചനക്കാരുടെ പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. സൗജത്ത് കരുളായി പറയുന്നു, 3 കാര്യങ്ങൾ പറയാം. 1, അധ്യാപകൻ ചൂരൽ താഴെ വെച്ച് കുഞ്ഞുമക്കളെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൂട്ടായി കൊടുത്തു. പിന്നെ ലഹരി. ഇത് 3 എന്ന് വന്നോ അന്ന് തുടങ്ങി കേരളത്തിന്റെ തകർച്ച. രഘുനന്ദനൻ പറയുന്നു, തിരുവില്ലാമൂരത്ത് നിന്നാണ്, കേരളത്തിലെ മലയാളികളെ ഇവർ വലയിലാക്കിയിട്ട് നാളുകളേറെയായി. എല്ലാവർക്കും നമസ്കാരമുണ്ടെന്ന് ഗോളാന്തര യാത്ര പറയുന്നു. ഡി രാജേഷ്, അടുത്തത് ഗോവൻ സ്വാമിയുടെ അടുത്ത് നിന്ന് പറയുന്നു. യാത്ര ജോസഫ് പറയുന്നത് വ്യക്തമല്ല, നിർത്തി പറയൂ എന്ന് പറയുന്നു. ജോസഫ് എന്ന ആൾ പറഞ്ഞതിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. വിദ്യാസമ്പന്നാണ്, ആൾ ദൈവങ്ങളുടെ അടുത്തും പണത്തട്ടിപ്പിനും പോകുന്നതെന്ന് സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്നു. ഗോളാന്തര യാത്ര പറയുന്നു, വിശ്വാസം മൊത്തം അന്ധവിശ്വാസികളായി മാറും എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ചില അഭിപ്രായങ്ങൾ കൂടി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് സുജിത്താണ് ദുബൈയിൽ നിന്നും. ശ്രീ സുജിത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നമ്മളൊക്കെ ഒരുപാട് പുരോഗമിച്ചു ഈ നാട്, ശാസ്ത്രം. നമ്മൾ അസുഖം വന്നാൽ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ ആശുപത്രിയിൽ തന്നെ പോകും. ഈ ജ്യോത്സ്യനും മന്ത്രവാദിക്കും അസുഖം വന്നാലും മന്ത്രവാദിയും ജ്യോത്സ്യനും ഒക്കെ നേരെ ആശുപത്രിയിൽ തന്നെ പോകും. പക്ഷേ ഇപ്പോഴും അതിനൊക്കെ വേറെ ചില ശുശ്രൂഷകളൊക്കെ കാണുന്ന, അത്ഭുത രോഗശാന്തിയൊക്കെ വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അത്തരത്തിലേക്കൊക്കെ പലതരത്തിലുള്ള മന്ത്രവാദികൾ, അത്തരമുള്ള ആളുകളിലേക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ വിദ്യാസമ്പന്നരായ മലയാളികളുടെ വിശ്വാസം കൂടുന്നത്? വിദ്യ എന്ന് പറയുന്നത് ഇപ്പോ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്ന സമയം മുതൽ ഈ ജ്യോത്സ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ജനനത്തീയതി മുതൽ ഒരു കൊച്ചു കുഞ്ഞ് രാത്രി എന്തെങ്കിലും കാരണവശാൽ 1-2 പ്രാവശ്യം കരഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമ്മൾ കാണുന്നതാണ് ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നു. കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ ചരടുകൾ കെട്ടുന്നു. ഇങ്ങനെ ഇതിപ്പം ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ പോലും 2, 3, 4 മത്സരങ്ങളിൽ ഡക്കൌട്ട് ആവുകയോ റൺസ് കുറച്ചെടുക്കുകയോ ചെയ്താൽ അതിനുശേഷം പിന്നെ അയാൾ 5ാമത്തെ ഒരു ഇന്നിങ്സിന് വരുമ്പോൾ അയാളുടെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നിറയെ ചരടുകളാണ്. പഠിക്കാൻ പോകുന്നതായിരുന്നാലും എവിടെയായിരുന്നാലും, ഇപ്പൊ തന്നെ താങ്കൾ തന്നെ പറഞ്ഞു വൈദ്യശാസ്ത്രത്തിനെ കുറിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്കൊരു അസുഖം വന്നു, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നു. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ശസ്ത്രക്രിയക്ക് വിധേയനായിട്ട് നമ്മൾ മരിക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആ ഹോസ്പിറ്റൽ തല്ലിപ്പൊട്ടിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ചികിത്സ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇല്ലേ? അതേസമയം നമ്മളൊരു അമ്പലത്തിൽ പോയി ഒരു അർച്ചന നടത്തുന്നു. ആ അർച്ചന നടത്തിയതിനു ശേഷം ആ അർച്ചനയ്ക്ക് ഫലമുണ്ടായില്ല എന്ന് കരുതി ഏതെങ്കിലും ഒരു അമ്പലത്തെയോ ഒരു ശാന്തിക്കാരനെയോ തല്ലിയതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ അങ്ങനെയാണ്. മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും ഒക്കെ ഒരു ധൈര്യം അതാണ്. നിങ്ങൾ ഒരാളോട് പരീക്ഷ എഴുതിയാൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എന്തായാലും പരീക്ഷ എഴുതിയാൽ ജയിക്കുന്ന കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വിശ്വാസികളായി മാറും. ഇനി കിട്ടാത്ത ആളുകൾ അതെ പുള്ളി പറഞ്ഞതിന്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് കരുതി വീണ്ടും അയാളുടെ അടുത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യും. എന്തായാലും നമുക്ക് ഇതിൽ ചർച്ച തുടരേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ബാബു ഉണ്ട്. ശ്രീ ബാബു, ഒരു അല്പസമയം ക്ഷമിക്കുക, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. ഹരികുമാർ പറഞ്ഞ നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പ്രതിപാദിച്ചിരുന്ന ആ മുൻ വൈരാഗ്യത്തിനപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടി ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന കൃത്യമായ നിരീക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ പുറത്തുവന്നതാണ്. അതിനിടയിൽ ഇന്നലെ രാത്രി ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കരിക്കകം സ്വദേശിയായ ഒരു ആത്മീയാചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കുട്ടിയുടെ ദേവേന്ദുവിന്റെ അമ്മയായ ശ്രീധവും അമ്മാവൻ ഹരികുമാറും തലമുണ്ടനം ചെയ്തതെന്നും ഈ ആത്മീയാചാര്യൻ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇവർ പല ആചാരങ്ങളും ഈ വീട്ടിൽ നടത്തിയിരുന്നതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ആത്മീയാചാര്യൻ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അന്ധവിശ്വാസികളുടെ എണ്ണം വല്ലാതെ കൂടുകയും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയും മന്ത്രവാദത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തന്നെ തയ്യാറാകുകയും ചെയ്തൊരവസ്ഥ ഉണ്ടോ? ശ്രീ ബാബു പറയാം.
ഹലോ, താങ്കൾ ആ ടി വി മ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ചെയ്തോ, ഇനി പറഞ്ഞു. ആദ്യം ഈ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ആദ്യമേ. ശരി, ഓക്കെ. അത് കഴിഞ്ഞ് ഇത്രയും വിദ്യാസമ്പന്നമായ കേരളത്തില് ഈ കൂടുതൽ ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ സംഭവം നടക്കുമ്പോഴേ അത് നമ്മുടെ കേരളത്തിലെ ഭരണകർത്താക്കൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതാനായിട്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ശരി, എന്നിട്ട് പിന്നെ ഇതിന് കർശന നിയമം നമ്മള് ഗവൺമെന്റ് കൊണ്ടുവരേണ്ടതാണ്. 2 തവണ ബില്ല് കൊണ്ടുവന്നെങ്കിലും അതിലൊന്നും മുന്നോട്ട് പോക്ക് കാണുന്നില്ല. ശ്രീ ഷാനൂരാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാനൂർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും തരികയാണ്. ഈ പറഞ്ഞത് കണക്ക് ഈ ദുർമന്ത്രവാദികളെ അവസാനിപ്പിക്കുന്ന ബില്ല് അടിയന്തരമായി കൊണ്ടുവരണം. ഇതിനകത്ത് 2 സ്ഥലത്ത് വീഴ്ചകൾ നിരന്തരമായി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളുടെ നാട്ടിൽ പോലീസ് അലേർട്ട് അല്ലെന്ന് തോന്നുന്നു. കാരണം ഈ പോലീസിന് പ്രത്യേക ഒരു വിങ് ഉണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും അശാസ്ത്രീയമായി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, കണക്ക് ദുർമന്ത്രവാദികളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ പോലീസാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷെ പോലീസ് മിക്ക സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൂടാതെ നേരത്തെ ജനമൈത്രി പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ നിങ്ങളുടെ ഈ ചോറ്റാനിക്കരയിലെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടിൽ 15 മണിക്കൂറോളം ഒരു കുട്ടി, അതിന് ഇരയായ കുട്ടി 15 മണിക്കൂറോളം ആരും അറിയാതെ അവിടെ കടന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതിനകത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു വീഴ്ച ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വനിതാ കമ്മീഷൻ ഉണ്ട്. സത്യത്തിൽ ഒരു വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശാസ്ത്രീയ ചിന്തയുടെ പുതിയ കാലത്തും അന്ധവിശ്വാസികളുടെ എണ്ണം കൂടുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആദ്യം എഡിറ്റോറിയൽ ബോർഡിന് ഒരു നന്ദി പറയുന്നു. അതായത് ഹലോ, പറഞ്ഞോളൂ. അതായത് ഈ വിഷയത്തിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവരെ കട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വളരെയധികം യോജിക്കുന്നു. സന്തോഷമുണ്ട്. താങ്ക് യു. പിന്നെ ഞാൻ ഈ വിഷയത്തിൽ നേരിട്ട് വരാം സാർ. ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്. സമസ്ത മേഖലകളിലും എന്ത് തുടങ്ങിയാലും ദൈവവിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. കോടിക്കണക്കിന് രൂപ മുടക്കുന്ന സിനിമാ ഫീൽഡായാലും ശരി, എല്ലാ ഫീൽഡുകളിലും ഒരു പാവപ്പെട്ടവന് ഒരു വീട് പണിയുമ്പോഴും തറക്കല്ലിടുമ്പോഴും എല്ലാം, കല്യാണം അതിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പുറകെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആശ്രയിക്കുന്ന വ്യക്തികളുടെ പുറകെ പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ ഈ സാറിന്റെ ഈ പൊതുവേദിയിൽ സംസാരിച്ച എല്ലാം ഞാൻ കേട്ടു. എല്ലാവരും ദൈവത്തെ വിശ്വസിക്കാത്തവരെ പോലെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഉണ്ട് സാർ. ജോസഫ്, അങ്ങനെ നമുക്ക് ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അങ്ങനെയുള്ള മനുഷ്യരാണ് മഹാഭൂരിപക്ഷം ലോകത്തുള്ള മനുഷ്യരും. വിശ്വസിക്കാത്ത ഇരിക്കുന്ന ആളുകളുമുണ്ട്, അവർക്കും ജീവിക്കണം. പക്ഷെ ദൈവവിശ്വാസത്തിന്റെ വിഷയമല്ല ഇത്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ ആ തരത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കാതെ ഏത് മതമല്ല, അതിന് മതത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നിരാശയും പ്രതീക്ഷയും വരുമ്പോഴാണ് ഇതിന്റെ പുറകെ പോണത് സാർ. ഏത് വ്യക്തികളെയും കോടിക്കണക്കിന് രൂപ വരുന്നതിന് പ്രതീക്ഷയുണ്ട്. ഒരു ജീവിതത്തിന് വഴിമുട്ടി നിൽക്കുന്നതിന് നിരാശയാണ്. അതുകൊണ്ടാണ്. ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ സമയം പരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ സന്തോഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് വേഗത്തിൽ പറയാം അഭിപ്രായം. ഹലോ സന്തോഷ്, പറഞ്ഞോളൂ. ഞാൻ കണ്ടിരുന്നു സാർ. ഹലോ, താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം. സന്തോഷാണ്. കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി. നമ്മളിപ്പോ കണ്ടതാണ് ഇപ്പൊ അടുത്ത ഈ 1 മാസം 2 മാസത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതെല്ലാം ചന്താമരയുടെ കാര്യങ്ങളും ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ. സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലാണ് കാണുന്നത് ഇപ്പോൾ. ശരി, ഓക്കെ. എന്തായാലും ഈ വിഷയത്തിൽ അന്ധവിശ്വാസരുടെ ആളുകൾക്ക് പ്രതികരിച്ച പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം പേരും അതിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് പ്രകടിപ്പിച്ചത്. അത്തരം അന്ധവിശ്വാസങ്ങൾ കേരളത്തിൽ കൂടുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നവർ കൂടി, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തോട് യോജിച്ചാണ് കൂടുതൽ പേർ അഭിപ്രായം പറഞ്ഞത്. കൂടുതൽ ശാസ്ത്രീയമായ, വളരെ കൃത്യമായ അഭിപ്രായം പറഞ്ഞ ചില പ്രേക്ഷകർ കൂടിയുണ്ട്. ശാസ്ത്രീയ ചിന്ത വളർത്തുകയാണ്. വിദ്യാഭ്യാസം കൂടിയത് കൊണ്ട് മാത്രം ഒരാൾ അന്ധവിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റാനാവില്ല. അവരെ അങ്ങനെ മാറ്റാൻ കഴിയണമെങ്കിൽ ശാസ്ത്രീയമായ ചിന്ത അല്ലെങ്കിൽ ശാസ്ത്രീയ അവലോകനം, ശാസ്ത്രീയ ബോധം അവർക്ക് വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കേരളത്തിന് വേണ്ടത് തന്നെയാണ്. നമ്മൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.